Hello everyone, I'm Nimisha from Jovys PTE Academic. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ആണ്. PTE അക്കാഡമിക്കിലും കോറിലും ഉള്ള ഒരു ടാസ്ക്കാണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് കംസ് അണ്ടർ ദ മൊഡ്യൂൾ സ്പീക്കിംഗ്. ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കാം ഇന്നത്തെ സെഷനിൽ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. So respond to situation effective ആക്കാൻ വേണ്ടിയിട്ട് how to respond well. So what all things we need to do, what all things we need not do. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the do's that we have to know are to respond well, listen and read the scenario. So നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നുണ്ട്. So we can read the question first. അത് കഴിഞ്ഞിട്ട് സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഓഡിയോ ആയിട്ടും കേൾക്കാൻ പറ്റും. സോ വി ക്യാൻ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ ട്വൈസ്. വി ക്യാൻ റീഡ് ഇറ്റ് ഫസ്റ്റ്, ദെൻ വി ക്യാൻ ലിസൺ ടു ഇറ്റ് ആൻഡ് ദസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സിനാരിയോ ട്വൈസ്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വി നീഡ് ടു അഡാപ്റ്റ് എ ടോൺ ഡിസൈഡ് ചെയ്യണം. സോ ടോൺ രണ്ട് രീതിയിൽ വരാം. അതായത് എന്താണോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിനാരിയോ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അവിടെ ഫോർമൽ ടോൺ വേണോ കാഷ്വൽ ടോൺ വേണോ എന്നത് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ വി ക്യാൻ ഡിസൈഡ് വെദർ ഇറ്റ് ഷുഡ് ബി ഇൻ ഫോർമൽ ഓർ ഇൻ എ ഇൻഫോർമൽ ടോൺ. ദെൻ തേർഡ് പോയിന്റ്, യൂസ് ദ 10-second prep time to organize your thoughts. സോ നമുക്കറിയാം നമുക്കവിടെ പ്രിപ്പറേഷൻ ടൈമാണ് ഈ 10 seconds എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ തരാണ്, അത് നമുക്ക് വായിക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ലിസൺ ടു ദാറ്റ് പ്രോംപ്റ്റ്. Then we are getting only 10 seconds preparation time. In that 10 seconds we need to organize our thoughts. എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് എന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ ആൻസർ ഒന്ന് ചാനലൈസ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ ടൈമായിട്ടാണ് ആ 10 seconds കിട്ടുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് 10 seconds we need to start our recording. Recording time വരുന്നത് 40 seconds ആണ്. In that 40 seconds we can at least speak for 30 to 35 seconds. അത്രയെങ്കിലും നമ്മൾ പറയണം. അവിടെ നമ്മൾ 40 seconds കംപ്ലീറ്റും ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ആ ഒരു ആൻസർ ചെയ്യണമെന്നില്ല. അറ്റ്ലീസ്റ്റ് വി ക്യാൻ സ്പീക്ക് ടിൽ 30 to 35 seconds. സോ സ്റ്റാർട്ട് വിത്ത് ഗ്രീറ്റിംഗ്സ്. അപ്പോൾ അതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അതായത് റെസ്പോണ്ട് ടു സിറ്റുവേഷൻ, ഹൗ ടു റെസ്പോണ്ട് വെൽ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ആ സിനാരിയോ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വി ഹാവ് ടു ഡിസൈഡ് അവർ ടോൺ, whether to be formal or casual. Then after that, in that 10 seconds we need to organize our thoughts. Then when we start our recording നമ്മൾ അവിടെ ആദ്യം ചെയ്യേണ്ടത് begin with the greeting ആണ് കൊടുക്കേണ്ടത്. So if it is an informal situation or scenario നമുക്ക് അവിടെ ഹായ് ഹലോ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. And if it is a formal situation or a formal scenario, then we can start with the salutation. Like formal situation എന്ന് പറയുമ്പോൾ നമുക്കറിയാം we may be talking to our superior officers or we may be talking to our academic supervisors or professor. So അവിടെ നമ്മൾ കാഷ്വൽ ആവാതെ ഫോർമൽ ടോൺ യൂസ് ചെയ്യാം. ഗ്രീറ്റിംഗ് ചെയ്യുമ്പോഴും ആ ഒരു ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഗുഡ് മോർണിംഗ് സർ ഓർ ഗുഡ് മോർണിംഗ് മാം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ഒരു സല്യൂട്ടേഷൻ കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ സ്പീക്ക് ഫ്രം എ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് വൈൽ വി ഡു റെസ്പോണ്ട് ടു സിറ്റുവേഷൻ. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. സോ എപ്പോഴും അവിടെ യൂസ് ചെയ്യേണ്ട പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പ്രോനൗൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് വരുമ്പോൾ ഐ, വി, മൈ ഇതെല്ലാം ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് ആണ്. നമ്മളുള്ള ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ എന്ന രീതിയിലാണ് നമ്മളവിടെ സംസാരിക്കേണ്ടത്. ഓക്കെ, സോ വി ക്യാൻ യൂസ് ദ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് ഓർ വി ക്യാൻ സ്പീക്ക് ഫ്രം ദ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. വി ക്യാൻ യൂസ് ദ പ്രോനൗൺസ് ലൈക്ക് ഐ, വി, മൈ, ആർ. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോനൗൺസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. Then next point is address all parts of the prompt. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനിലെ എല്ലാ എലമെൻസും അല്ലെങ്കിൽ എല്ലാ കോമ്പണൻസും നമ്മുടെ റെസ്പോൺസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, സോ അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ഡീറ്റെയിലിങ്സും മിസ്സാവാതെ, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റും മിസ്സാവാതെ എല്ലാ പാർട്സും നമ്മുടെ റെസ്പോൺസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ദെൻ സ്ട്രക്ചർ എ പൊളൈറ്റ് ആൻഡ് റെലവൻറ്റ് റെസ്പോൺസ്. നമ്മൾ എന്താണോ പറയുന്നത്, അതായത് പറഞ്ഞല്ലോ 10 seconds പ്രിപ്പറേഷൻ ടൈമിൽ നമ്മുടെ ആൻസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഓർഗനൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം
റെലവെൻ്റ് ആയിട്ടുള്ള വളരെ അതായത് ആ ക്വസ്റ്റ്യനിൽ എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഐഡിയാസ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ നമ്മുടെ റെസ്പോൺസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ നമ്മൾ നമ്മുടെ ആ ഒരു ആൻസറിന് സ്ട്രക്ചർ കൊടുക്കുമ്പോൾ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അത് റെസ്പോണ്ട് സിറ്റുവേഷനിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ദ സ്ട്രക്ചർ ദാറ്റ് വി പ്രൊവൈഡ് ഓർ ദ ആൻസർ ദാറ്റ് വി ആർ ഗോയിങ് ടു സ്പീക്ക് അത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻ എ പൊളൈറ്റ് മാനർ. ആ പൊളൈറ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാനൊന്നും മറക്കരുത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് പല രീതിയിലാവാം. ചില ക്വസ്റ്റ്യൻസിൽ യു മേ ഹാവ് ടു റിക്വസ്റ്റ് സംതിങ്, ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കാം. ചിലതിൽ യു മേ ഹാവ് ടു ആസ്ക് ഫോർ പെർമിഷൻ ചോദിക്കാനായിട്ടായിരിക്കാം. ചിലതിൽ യു ക്യാൻ ഗിവ് സം സജഷൻസ്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ അക്കോർഡിംഗ് ടു ദാറ്റ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എന്താണോ ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട്. സോ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോൺട്രാക്ഷൻസ് യൂസ് ചെയ്യാം. ഐ വിൽ എന്ന് പറയുന്നേക്കാളും ഐൽ എന്ന് പറയാം. അതായത് കോൺട്രാക്ഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, കോൺട്രാക്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് തോന്നും. നമ്മൾ പറയുന്നത് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ജെന്വിൻ ആയിട്ട് തോന്നും. സോ അതുകൊണ്ട് പൊളൈറ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. കോൺട്രാക്ഷൻസ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ പൊളൈറ്റ് എക്സ്പ്രഷൻസ് പറഞ്ഞു മൊഡാൽ വേർബ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാനാണെങ്കിൽ കുഡ് യു പ്ലീസ്, ക്യാൻ യു പ്ലീസ്, വുഡ് യു മൈൻഡ് പോലെയുള്ള പൊളൈറ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. സജഷൻ പറയുകയാണെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ, അക്കോർഡിംഗ് ടു മീ പോലെയുള്ള ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് അത് പെർമിഷൻ ചോദിക്കാനാണെങ്കിൽ മേ ഐ, ഷാൽ ഐ പോലുള്ള ഫ്രേസസ് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മുടെ ആ ഒരു റെസ്പോൺസ് സ്ട്രക്ചർ ചെയ്യാനായിട്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ്, സ്പീക്ക് ഫ്ലുവൻ്റ്ലി ഫോർ 30 to 35 seconds. അപ്പോൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ ടൈമിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. വാട്ട് എവർ വി ആർ സപ്പോസ് ടു സ്പീക്ക് ദെയർ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഷുഡ് ബി ഇൻ എ ഫ്ലുവൻറ്റ് മാനർ. വളരെ നാച്ചുറൽ ആയിട്ടും സ്മൂത്ത് ആയിട്ടും വേണം സംസാരിക്കാനായിട്ട്. ബൈ അവോയ്ഡിങ് ദ ഹെസിറ്റൻറ്റ് പോസസ്. അതുപോലെ തന്നെ ഫില്ലേഴ്സ്, നമുക്ക് അൺനെസസറി ഫില്ലേഴ്സ് ഒന്നും വരാതെ ഹെസിറ്റൻറ്റ് പോസസ് ഒന്നും ഇല്ലാതെ വളരെ നാച്ചുറൽ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫ്ലോയിൽ വേണം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ. ഇതെല്ലാം നമ്മുടെ പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ വൈൽ റെസ്പോണ്ടിങ് ടു സം ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്ലുവൻസി ആണ് ആക്ച്വലി അവിടെ ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യപ്പെടുന്നത്. ക്ലാരിറ്റി, ഫ്ലുവൻസി ഇതൊക്കെയാണ് കൂടുതലായിട്ടും നോക്കുന്നത്. അതിൽ ഗ്രാമറിനെ കുറിച്ച് നമ്മൾ വലിയ കാര്യത്തിൽ ബോധറാവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവിടെ അതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്സിനല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഫ്ലുവൻസിക്കാണ്. എന്താണോ പറയുന്നത് അത് ക്ലാരിറ്റിയോടുകൂടി പറയുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി നാച്ചുറൽ ആൻഡ് ഒരു സ്മൂത്ത് ഫ്ലോയിൽ വേണം പറയാനായിട്ട്. സോ ദീസ് ആർ സം ഓഫ് ദ ഡൂസ് ദാറ്റ് വി നീഡ് ടു ഫോളോ വൈൽ റെസ്പോണ്ടിങ് ടു എ സിറ്റുവേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ദർ ആർ സം ഡോൺസ്. ചെയ്യാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണിത്. സോ വാട്ട് ആർ ദ ഡോൺസ് ഓഫ് റെസ്പോണ്ട് ടു സിറ്റുവേഷൻ എന്ന് നോക്കാം. ഡോണ്ട് മെമ്മറൈസ് ആൻസേഴ്സ്, ബി ജെന്വിൻ. ഓക്കെ, സോ മെമ്മറൈസ്ഡ് ആൻസേഴ്സ് അല്ല നമുക്ക് അവിടെ വേണ്ടത്, വളരെ ജെന്വിൻ ആയിട്ടുള്ളത്. അതായത് ഓരോ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വളരെ റോബോട്ടിക് ആയിട്ട് സെയിം ഒരു കോണ്ടന്റ് തന്നെ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ജെന്വിൻ ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ അതൊരു എന്തായി മാറും? അതൊരു മെമ്മറൈസ്ഡ് ആൻസർ ആയിട്ട് അല്ലെങ്കിൽ പ്രീ മെമ്മറൈസ്ഡ് ടെംപ്ലേറ്റ് പോലെയായി മാറും. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പ്രീ മെമ്മറൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഓർ ആൻസേഴ്സ് വി ക്യാൻ ബി ജെന്വിൻ. വളരെ ആ ഒരു ക്വസ്റ്റ്യൻ ഓരോ മൊമെൻറ്റിനും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്താണോ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. സോ അത് പ്രാക്ടീസ് ത്രൂ തന്നെയാണ് പോസിബിൾ ആവുന്നത്. ഏതൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും വി ഷുഡ് ബി കേപ്പബിൾ ഇനഫ് ടു ആൻസർ ദാറ്റ്. സോ അതിന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് സിനാരിയോസ് ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഡെയിലി വർക്ക് ഔട്ട് ഓൺ ദിസ് ഓർ ഡു പ്രാക്ടീസ് ഓൺ ദിസ് സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, stop means don't stop. Okay, don't stop or correct yourself, just keep talking. So don'ts ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. So don't stop or correct yourself, just keep talking. So in between നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ let it be, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് just continue talking. Okay, don't stop or correct yourself. തെറ്റിപ്പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, മൈനർ മിസ്റ്റേക്ക് ആവാം, അത് സെൽഫ് കറക്ഷൻ നിൽക്കാതെ just keep on talking. Okay, so that's also an important thing. The third point is don't speak too fast or too slow. വല്ലാതെ റഷ് ചെയ്യാനും നിൽക്കരുത്, എന്നാൽ വല്ലാതെ ലാഗ് ചെയ്യാനും അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആവാനും നിൽക്കരുത്. സോ ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ എ മോഡറേറ്റ് സ്പീഡ്. ഓക്കെ, സ്റ്റഡി പേസ് ആണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ഫാസ്റ്റ് ഓർ ടു സ്ലോ. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഡോണ്ട് സ്പീക്ക് ടു ഫാസ്റ്റ്
or too slow. Then the fourth point is don't be vague or too short. വളരെ വേഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കരുത്, അല്ലെങ്കിൽ ഡീറ്റെയിലിങ്സ് കൊടുക്കരുത്. റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ വേഗ് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് ആ പ്രോംപ്റ്റിന് അനുയോജ്യമായിട്ടുള്ള വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള പോയിന്റ്സ് വേണം നമ്മൾ എപ്പോഴും കൊടുക്കാനായിട്ട്. ആ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ദാറ്റ് വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ ആ റെസ്പോൺസ്. സോ ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള എല്ലാ കോമ്പണൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലെങ്കിൽ റെസ്പോൺസ് ആണ് കൊടുക്കേണ്ടത്. ഡോണ്ട് ബി വേഗ് ആൻഡ് ടു ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻസേഴ്സ് ഒരിക്കലും വളരെ ഷോർട്ട് ആവാതെ നോക്കുക. നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയാവുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. സോ ഇഫ് ഇറ്റ് ഇസ് ഇൻ ദാറ്റ് കേസ് വി ക്യാൻ ഇലാബറേറ്റ് ദാറ്റ് സിറ്റുവേഷൻ, വി ക്യാൻ ആഡ് ഓൺ ആർ ഓൺ പോയിന്റ്സ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ഒരു ഷോർട്ട് ആൻസർ അല്ലാതെ കുറച്ചും കൂടി ഒരു 30 to 35 seconds എങ്കിലും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയി മാറും. ഓക്കെ, ദെൻ ഡോണ്ട് ബി വേഗ് ഓർ ടു ഷോർട്ട്. എയിം ഫോർ 3 to 4 sentences അറ്റ് ലീസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു 3-4 സെൻറ്റൻസ് എങ്കിലും നമ്മുടെ റെസ്പോൺസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ആൻസർ നമ്മൾ സ്ട്രക്ചർ കൊടുക്കാനായിട്ട്. സോ ദാറ്റ്സ് ദ മിനിമം നമ്പർ ഓഫ് സെൻറ്റൻസസ്. 3 to 4 sentences അറ്റ് ലീസ്റ്റ് ഇൻക്ലൂഡ് ദാറ്റ് മച്ച് ഇൻ യുവർ റെസ്പോൺസ്. ഓക്കെ, ദെൻ ഡോണ്ട് യൂസ് എ റോങ് ടോൺ. ടോൺ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ആ സിനാരിയോ എന്താണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വി ഷുഡ് ഡിസൈഡ് ആ ടോൺ, ഫോർമൽ ഓർ കാഷ്വൽ ടോൺ എന്നുള്ളത്. സോ അവോയ്ഡ് റോബോട്ടിക് ടോൺ ഓർ അവോയ്ഡ് റോബോട്ടിക് സ്ട്രക്ചേഴ്സ് ഓർ സെൻറ്റൻസ് പാറ്റേൺസ് ആൻഡ് ഓവർ ലൈക്ക് കാഷ്വൽ റെസ്പോൺസസ് ഇൻ ഇൻഫോർമൽ സിറ്റുവേഷൻസ് ഇൻഫോർമൽ സിറ്റുവേഷൻസ്. സോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, ദാറ്റ് ഈസ് നമ്മൾ നോർമലി ഒരു ഫോർമൽ സിറ്റുവേഷൻ ആണ്, പക്ഷെ ഞാൻ അവിടെ ഇൻഫോർമൽ ടോൺ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെൻ്റെ റെസ്പോൺസിന് നല്ലതായിരിക്കില്ല. സോ ഓൾവേസ് ഡിസൈഡ് യുവർ ടോൺ. ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ട്രൈ ടു മേക്ക് യൂസ് ഓഫ് ദ ഫോർമൽ ടോൺ, ആൻഡ് ഇഫ് ഇറ്റ്സ് എൻ ഇൻഫോർമൽ ട്രൈ ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് ഓർ കാഷ്വൽ ടോൺ. സോ അത് കറക്റ്റായിട്ട് എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. സോ ഡോണ്ട് യൂസ് എ റോങ് ടോൺ, അവോയ്ഡ് റോബോട്ടിക് ഓർ ഓവർ ലൈക്ക് കാഷ്വൽ റെസ്പോൺസസ് ഇൻ ഫോർമൽ സിറ്റുവേഷൻ. And the last point there, don't skip. Okay, don't skip details. Don't miss important parts of the situation. So details നമ്മൾ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മുടെ റെസ്പോൺസിൽ ഉണ്ടായിരിക്കണം. സോ ഡോണ്ട് സ്കിപ്പ് ഡീറ്റെയിൽസ്. ഡീറ്റെയിലിങ്സ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പാർട്സ് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ തന്നിരിക്കുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ റെസ്പോൺസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ ഡൂസ് ആൻഡ് ഡോൺട്സ് ദാറ്റ് വി നീഡ് ടു ഫോളോ വൈൽ ഡൂയിങ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. സോ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ PTE സ്പീക്കിങ്ങിൽ കോറിലായാലും അക്കാഡമിക്കിലായാലും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അക്കാഡമിക്കിൽ വരുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് മേ ബി 2 to 3 ആൻഡ് കോറിൽ വരുമ്പോൾ 2 to 4 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സോ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പല കോണ്ടെക്സ്റ്റ് ആയിരിക്കും, അതായത് സിറ്റുവേഷൻസ് പല രീതിയിലായിരിക്കും. ജനറൽ കോണ്ടെക്സ്റ്റ് ആവാം, ചിലത് അക്കാഡമിക് കോണ്ടെക്സ്റ്റ് ആവാം, ചിലത് പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കാം. സോ അക്കോർഡിംഗ് ടു ദാറ്റ് കോണ്ടെക്സ്റ്റ് ഓർ സിനാരിയോ വി നീഡ് ടു ഡിസൈഡ് ഓർ ഡിറ്റർമൈൻ ദ ടോൺ ദാറ്റ് വി ഷുഡ് യൂസ് ദെയർ. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് പറഞ്ഞതുപോലെ ആ ക്വസ്റ്റ്യനിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. സോ ദീസ് ആർ സം ഓഫ് ദ ഡൂസ് ആൻഡ് ഡോൺട്സ്. സോ ഐ ഹാവ് 2 examples ഹിയർ. 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദാറ്റ്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സിറ്റുവേഷൻ ഇതാണ്. യു ആർ ചെക്കിംഗ് യുവർ ലേറ്റസ്റ്റ് essay grade online and notice that your tutor has left detailed feedback on every paragraph, including helpful suggestions. You are surprised and impressed by how much time they must have spent reviewing your work. The next day, you see your tutor in the hallway after class. What would you say to them? Okay, so this is the context. So ഇതൊരു academic context ആണ്. We need to speak to our tutor. നമ്മുടെ ട്യൂട്ടറിനോടാണ് സംസാരിക്കുന്നത്. ആൻഡ് ഹിയർ സം ഓഫ് ദി പ്രൊനൗൺസ് ദാറ്റ് ഇസ് ബീൻ യൂസ്ഡ് ഇസ് യു, യോർ പോലുള്ള സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദോസ് സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ലൈക്ക് ഐ, മൈ. ഓക്കെ, ആ രീതിയിലുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. സോ ഇവിടെ എന്താണ് ഫസ്റ്റ് പറയുമ്പോൾ യു ആർ ചെക്കിംഗ് യുവർ ലേറ്റസ്റ്റ് essay grade online and notice that your tutor. So I can change that like this one way, that is I was checking. Okay, I was checking your, my. Okay, അത് yourന് പകരം my എന്ന pronoun യൂസ് ചെയ്തു. So I was checking my latest essay grade online and noticed that my tutor has left detailed feedback on every paragraph, including helpful suggestions. So I was surprised and impressed by how much time they might have spent reviewing my work.
സോ ഐ വോണ്ട് ടു താങ്ക് എന്നുള്ള രീതിയിൽ അവിടെ പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ്. സോ ഞാൻ എൻ്റെ ട്യൂട്ടർ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിലിങ്സ് നമുക്ക് ആ ഒരു റെസ്പോൺസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ബൈ ചേഞ്ചിങ് ദ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് ഇൻ ടു ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ. സോ ഇവിടെ ഞാൻ പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഐ എം ടോക്കിംഗ് ടു മൈ ട്യൂട്ടർ. സോ സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ് ദെയർ. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? Good evening ma'am. So I was checking my latest essay grade online and noticed that you have left detailed feedback on every paragraph including helpful suggestions. So I was really surprised and impressed that how much time you must have taken or spent for reviewing my work. So I really wanted to thank you for this ma'am. So it was really helpful. I am really glad that you took so much effort for me and really I need to thank you a lot. സോ അവിടെ നമ്മൾ എന്താണ് ആ ഒരു കോണ്ടെക്സ്റ്റിനെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാണെന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്ത് ഈ ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ എലമെൻറ്റ്സും നമ്മുടെ റെസ്പോൺസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. വി സ്റ്റാർട്ടഡ് വിത്ത് ദ ഗ്രീറ്റിംഗ്. വി ഇൻക്ലൂഡഡ് എവറി എലമെൻറ്റ്സ് ദാറ്റ് ഇസ് ബീൻ ഗിവൻ ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഐ ഓൾസോ താങ്ക് മൈ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വി നീഡ് ടു താങ്ക് ആർ ട്യൂട്ടർ ഫോർ ടേക്കിംഗ് സോ മച്ച് എഫേർട്ട്. സോ അതും താങ്ക് ചെയ്തു. അങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. സോ ഇത്രയും എലമെൻറ്റ്സ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. വി സ്റ്റാർട്ടഡ് വിത്ത് ദ ഗ്രീറ്റിംഗ്. വി പ്രസൻറ്റഡ് എവറി എലമെൻറ്റ്സ് in that question which has been given. Then actually നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടിയിരുന്നത്? we need to അവിടെ താങ്ക് ചെയ്യാനായിരുന്നു. So I did that. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു റെസ്പോൺസിൽ ഇൻക്ലൂഡ് ചെയ്തു. So this is how you need to answer for a respond to a situation question. Okay. So ഇവിടെ നമുക്ക് ആ തന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട്. So try in that way. Try to make use of these kind of strategies in your respond to a situation. It will be really helpful for you. So let's see the next one. അടുത്തത്, you are scheduled to work in the biology lab next Tuesday at 10 a.m. However, you have a very important doctor's appointment that day which you cannot reschedule. You need to ask your lab partner if they would be willing to switch lab times with your next week. What would you say? അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടാണ്, അതായത് ലാബ് പാർട്ട്ണറിനോടാണ്. അക്കാഡമിക് കോണ്ടെക്സ്റ്റ് ആണ് എങ്കിൽ കൂടി we can start with the greeting like hello, hi എന്നുള്ള രീതിയിൽ we can start in that way. So hello, we can lab partner, we can give a name to that particular person there. Okay, so how can we start there? Hi John, as you know we have scheduled to work in the biology lab next Tuesday at 10 a.m. However, I have a very important doctor's appointment that day which cannot be rescheduled. So could you please, appo nammal avada request cheyyalle cheyna, we are requesting that person or our lab partner to switch the lab times next week. So we are supposed to request there. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പറയാം. So it cannot be rescheduled. So could you please എന്നുള്ള രീതിയിൽ, okay, could you please help me by switching the lab times with next week? That will be really helpful for me because I can't reschedule the dates for the appointment with the doctor. So it will be really helpful. Thank you so much for considering. So it can be said in that way. ഇത്രയും കാര്യങ്ങൾ അപ്പോൾ പറയാം. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ലാബ് ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉള്ളതും റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം നമ്മളവിടെ പറഞ്ഞു. ആൻഡ് അഗെയിൻ നമ്മളവിടെ റിക്വസ്റ്റ് ചെയ്തു. ദാറ്റ് വാസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. റിക്വസ്റ്റ് ചെയ്യാണ് ഫ്രണ്ടിൻ്റെ അടുത്ത് ലാബ് ടൈമിംഗ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് മെൻഷൻ ചെയ്തു ആൻഡ് വി താങ്ക് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളപ്പോൾ ആ റെസ്പോൺസിൽ ഇൻക്ലൂഡ് ചെയ്തു. സോ this was all about respond to a situation. So ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. So we'll meet with another video with another topic next day. And once again, if you have any doubts regarding the topics which is being discussed, so just let me know that in the comments. Okay, and see you soon in another video and do follow us for more. Thank you.